ചില ആളുകളുമായി നമ്മൾ പ്രണയത്തിലാകുന്നതിന് പിന്നിലെ മനഃശാസ്ത്രം. ചില ആളുകളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മറ്റുള്ളവരിലേക്ക് അങ്ങനെ അല്ലെന്ന്. ഇത് രസതന്ത്രം മാത്രമല്ല, മാനസികവും ജൈവശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളും പ്രവർത്തിക്കുന്നു. സമാനതയുടെ സുഖസൗകര്യങ്ങളിൽ നിന്ന് ശാരീരിക ആകർഷണത്തിന്റെ പങ്ക്, അറ്റാച്ച്മെന്റ് സിദ്ധാന്തത്തിന്റെ സ്വാധീനം എന്നിവയിലേക്ക് ഈ വീഡിയോയിൽ പ്രണയത്തിന് പിന്നിലെ ആഴത്തിലുള്ള കാരണങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്നു. എക്സ്പോഷർ, പങ്കിട്ട അനുഭവങ്ങൾ, തലച്ചോറിലെ രാസവസ്തുക്കൾ പോലും നമ്മുടെ പ്രണയബന്ധങ്ങളെ എങ്ങനെ രൂപപ്പെടുത്തുന്നു എന്ന് കണ്ടെത്തുക. പ്രണയം അത് തോന്നുന്നത്ര ക്രമരഹിതമല്ലാത്തത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുക. പ്രണയം എന്നത് നാമെല്ലാവരും അന്വേഷിക്കുന്ന ഒന്നാണ്. അത് ആഴത്തിലുള്ള ഒരു ബന്ധത്തിനോ, ഒരു പ്രത്യേക അഭിനിവേശത്തിനോ, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം പങ്കിടാൻ ഒരാളെയോ ആകാം. എന്നാൽ ചില ആളുകളിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവർ അതേ വികാരങ്ങൾ ഉണർത്താത്തത് എന്തുകൊണ്ടാണ്? അത് വെറും രസതന്ത്രമാണോ, അതോ ആഴമേറിയ ശക്തികളുണ്ടോ? നമ്മൾ പ്രണയത്തിലാകുന്നത് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കുന്നത് വെറും ഒരു കൗതുകത്തേക്കാൾ കൂടുതലാണ്. നമ്മൾ മനസ്സിലാക്കുന്നതിലും കൂടുതൽ നമ്മളെക്കുറിച്ച് വെളിപ്പെടുത്താൻ കഴിയുന്ന മാനസികവും ജീവശാസ്ത്രപരവും സാമൂഹികവുമായ ഘടകങ്ങളുടെ ആകർഷകമായ സംയോജനം ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാത്തിനുമുപരി, പ്രണയം ഹൃദയസ്പർശിയായ നിമിഷങ്ങളെക്കുറിച്ചല്ല. അത് നമ്മുടെ ബാല്യകാലം മുതലുള്ളതും നമ്മുടെ ജീനുകൾ, മുൻകാല ബന്ധങ്ങൾ, നമ്മുടെ പരിസ്ഥിതി എന്നിവയാൽ പോലും സ്വാധീനിക്കപ്പെടുന്നതുമായ സങ്കീർണമായ മനുഷ്യാനുഭവങ്ങളിൽ വേരൂന്നിയതാണ്. 1. സാമ്യം. മീ ടൂവിന്റെ ആശ്വാസം. പ്രണയത്തെക്കുറിച്ചുള്ള ഏറ്റവും ആശ്വാസകരമായ കാര്യങ്ങളിലൊന്ന് നമ്മെ ആകർഷിക്കുന്ന ഒരാളെ കണ്ടെത്തുക എന്നതാണ്. നമ്മുടെ താൽപ്പര്യങ്ങളും മൂല്യങ്ങളും വിശ്വാസങ്ങളും പങ്കിടുന്ന ആളുകളിലേക്ക് നമ്മൾ കൂടുതൽ ആകർഷിക്കപ്പെടുമെന്ന് ഗവേഷണങ്ങൾ കാണിക്കുന്നു. പൊതുവായ കാര്യങ്ങൾ ഉള്ളപ്പോൾ ബന്ധപ്പെടാൻ എളുപ്പമാണ്. സ്വയം വിശദീകരിക്കാതെ തന്നെ നമ്മെ മനസ്സിലാക്കുന്നതായി തോന്നുന്ന ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അത് മാന്ത്രികത പോലെ തോന്നുന്നു. മനഃശാസ്ത്രപരമായ ഉൾക്കാഴ്ച. സമാനമായ മനോഭാവങ്ങളും ശീലങ്ങളും പങ്കിടുന്നവരിലേക്ക് ആളുകൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെടുന്നുവെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. സമാന കാഴ്ചപ്പാടുകൾ പങ്കിടുന്തോറും ആളുകൾ കൂടുതൽ അടുക്കുന്നുവെന്ന് മനഃശാസ്ത്രജ്ഞൻ തിയോഡോർ ന്യൂബോംബിന്റെ ഗവേഷണം കണ്ടെത്തി. എല്ലായ്പ്പോഴും യോജിക്കുക മാത്രമല്ല, രണ്ടുപേരും കാണുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു ഇടം സൃഷ്ടിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. യഥാർത്ഥ ജീവിത ഉദാഹരണം. ഹൈക്കിംഗ് മുതൽ സിനിമ കാണുന്നത് വരെയുള്ള ഒരു പ്രത്യേക ഹോബിയോടുള്ള നിങ്ങളുടെ ഇഷ്ടം പങ്കിടുന്ന ഒരാളിലേക്ക് നിങ്ങൾ ആകർഷിക്കപ്പെട്ടേക്കാം. ആ പങ്കിട്ട താൽപ്പര്യം ബന്ധം വളർത്തുന്ന ഒരു പാലമായി മാറുന്നു, കാഷ്വൽ ചാറ്റുകളെ ആഴത്തിലുള്ള സംഭാഷണങ്ങളാക്കി മാറ്റുന്നു. 2. സാമീപ്യത്തിന്റെ ശക്തി. അടുത്തായിരിക്കുന്നത് നമ്മെ എങ്ങനെ അടുപ്പിക്കുന്നു? നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധങ്ങളിൽ ചിലത് ഒരേ സമയം ഒരേ സ്ഥലത്ത് ആയിരുന്നതുകൊണ്ടാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? ഇതിനെയാണ് മനഃശാസ്ത്രജ്ഞർ വെറും എക്സ്പോഷർ ഇഫക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇത് ഒരു കൗതുകകരമായ ആശയമാണ്. ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾ ഒരാളെ കൂടുതൽ കാണുന്തോറും നിങ്ങൾ അവരെ ഇഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പരിചയം ആശ്വാസം നൽകുന്നു. അത് നിങ്ങളുടെ ഓഫീസിൽ നിന്നുള്ള ഒരാളായാലും അയൽക്കാരനായാലും സഹപാഠിയായാലും പതിവ് എക്സ്പോഷർ അവരുടെ ചുറ്റും നമുക്ക് കൂടുതൽ സുഖകരമാക്കുന്നു. നമ്മൾ ഒരാളെ കൂടുതൽ കാണുന്തോറും അവരോട് വികാരങ്ങൾ വളർത്തിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. യഥാർത്ഥ ജീവിത ഉദാഹരണം. വെറും സുഹൃത്തുക്കൾ എന്നതിൽ നിന്ന് കൂടുതലായി എന്തെങ്കിലുമായി മാറിയ ആ ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. ഇത് മാന്ത്രികമല്ല, ഇത് ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നതിന്റെ ഫലമാണ്. നമ്മൾ പലപ്പോഴും ആരുടെയെങ്കിലും അടുത്തായിരിക്കുമ്പോൾ നമുക്ക് എത്രമാത്രം പൊതുവായ കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങുന്നു. ഇത് ഒരു ബന്ധം കെട്ടിപ്പടുക്കുന്നത് എളുപ്പമാക്കുന്നു. 3. ശാരീരികവും വ്യക്തിത്വപരവുമായ ആകർഷണം. കാഴ്ച. പക്ഷേ വളരെയധികം. ആകർഷണം എന്നത് കാഴ്ചയെക്കുറിച്ചാണെന്ന് കരുതുന്നത് എളുപ്പമാണ്, പക്ഷേ സത്യം വളരെ സൂക്ഷ്മമാണ്. ശാരീരിക സ്വഭാവവിശേഷങ്ങൾ ഒരു പങ്കു വഹിക്കുന്നുണ്ടെങ്കിലും, അത് ഒരു പുഞ്ചിരിയായാലും, ഒരാളുടെ കണ്ണുകളിലെ ഒരു പ്രത്യേക നോട്ടമായാലും, അല്ലെങ്കിൽ അവർ എങ്ങനെ പെരുമാറുന്നു എന്നതായാലും, നമ്മെ മറ്റൊരാളിലേക്ക് ആകർഷിക്കുന്നത് പലപ്പോഴും ആഴമേറിയ ഒന്നാണ്. വ്യക്തിത്വം. ജീവശാസ്ത്രപരമായ വേരുകൾ. ഒരു ജീവശാസ്ത്രപരമായ തലത്തിൽ ചില ശാരീരിക സ്വഭാവവിശേഷങ്ങൾ ആരോഗ്യത്തെയോ പ്രത്യുൽപാദനക്ഷമതയെയോ സൂചിപ്പിക്കുന്നതിനാൽ അവയിലേക്ക് നാം ആകർഷിക്കപ്പെട്ടേക്കാം. എന്നാൽ ദീർഘകാല ആകർഷണം സാധാരണയായി വൈകാരിക അനുയോജ്യയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദയ, സഹാനുഭൂതി, നർമ്മം തുടങ്ങിയ കാര്യങ്ങളാണ് ബന്ധത്തെ സജീവമായി നിലനിർത്തുന്നത്. യഥാർത്ഥ ജീവിത ഉദാഹരണം. ശാരീരിക ആകർഷണത്തിൽ നിന്ന് വൈകാരിക ആരാധനയിലേക്കുള്ള മാറ്റം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകാം. ഒരു വ്യക്തി നിങ്ങൾക്ക് ദൃശ്യപരമായി ആകർഷകമായി തോന്നുന്ന ഒരാളായി ആരംഭിച്ചേക്കാം. എന്നാൽ നിങ്ങൾ അവരെ അറിയുമ്പോൾ അവരുടെ ഊഷ്മളതയും ബുദ്ധിശക്തിയും നർമ്മവും അവരെ കൂടുതൽ അപ്രതിരോധ്യമാക്കുന്നു. 4. പ്രണയം. രസതന്ത്രം, ജീവശാസ്ത്രം, തലച്ചോറിന് മാന്ത്രിക മരുന്ന്. പ്രണയം വെറുമൊരു വികാരമല്ലെന്ന് തെളിഞ്ഞു. അത് നമ്മുടെ തലച്ചോറിലൂടെ ഒഴുകുന്ന രാസവസ്തുക്കളുടെ ഒരു കൂട്ടമാണ്. നമ്മൾ ഒരാളെ കണ്ടുമുട്ടുകയും ആ തൽക്ഷണ തീപ്പൊരി അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ അത് വെറും വികാരത്തേക്കാൾ കൂടുതലാണ്. ഡോപാമൈൻ,
ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ എന്നിവയുടെ ഒരു കുതിച്ചുചാട്ടം നമ്മെ ഉന്മേഷഭരിതരാക്കുകയും ബന്ധനസ്ഥരാക്കുകയും ചെയ്യുന്നു. ഡോപാമൈൻ, നല്ല വികാരം ഉണർത്തുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ എന്നറിയപ്പെടുന്ന ഡോപാമൈൻ, ആനന്ദകരമായ എന്തെങ്കിലും നമുക്ക് പ്രതിഫലം നൽകുന്നതിനുള്ള തലച്ചോറിന്റെ മാർഗമാണ്. പ്രണയത്തിന്റെ പ്രാരംഭഘട്ടങ്ങളെ വളരെ ആവേശകരമാക്കുന്നത് ഇതാണ്. ഓക്സിറ്റോസിൻ, പലപ്പോഴും ബന്ധന ഹോർമോൺ എന്ന് വിളിക്കപ്പെടുന്ന, നമ്മൾ ഒരാളുമായി ശാരീരികമായി അടുത്തിരിക്കുമ്പോൾ ഒരു ആലിംഗനത്തിലോ അടുപ്പമുള്ള നിമിഷത്തിലോ പോലെ ഓക്സിറ്റോസിൻ പുറത്തുവിടുന്നു. ഇത് ബന്ധത്തിന്റെയും വിശ്വാസത്തിന്റെയും ബോധം വർദ്ധിപ്പിക്കുന്നു. സെറോട്ടോണിൻ, ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ മാനസികാവസ്ഥയെ നിയന്ത്രിക്കുകയും ആനന്ദകരമായ പ്രണയബോധം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ആദ്യമായി പ്രണയത്തിലാകുമ്പോൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുന്നത് നിർത്താൻ കഴിയാത്തതിന്റെ കാരണം ഇത് വിശദീകരിക്കുന്നു. 5. അറ്റാച്ച്മെന്റിന്റെ സ്വാധീനം. നമ്മുടെ ഭൂതകാലം നമ്മുടെ പ്രണയത്തെ എങ്ങനെ രൂപപ്പെടുത്തുന്നു? നമ്മുടെ ഭൂതകാലം, പ്രത്യേകിച്ച് മാതാപിതാക്കളുമായോ പരിചരിക്കുന്നവരുമായോ ഉള്ള നമ്മുടെ ബന്ധങ്ങൾ, നമ്മൾ സ്നേഹത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. അറ്റാച്ച്മെന്റ് സിദ്ധാന്തമനുസരിച്ച്, കുട്ടികളായിരിക്കുമ്പോൾ നമ്മുടെ പരിചാരകരുമായി നാം എങ്ങനെ ബന്ധം സ്ഥാപിക്കുന്നു എന്നത് മുതിർന്നവരായതിനാൽ പ്രണയ പങ്കാളികളുമായി നാം എങ്ങനെ ബന്ധപ്പെടുന്നു എന്നതിനെ സ്വാധീനിക്കും. അറ്റാച്ച്മെന്റ് ശൈലികൾ. ആളുകൾ വ്യത്യസ്ത അറ്റാച്ച്മെന്റ് വിഭാഗങ്ങളിൽ പെടുന്നു: സുരക്ഷിതർ, ഉത്കണ്ഠാകുലർ, ഒഴിവാക്കുന്നവർ, അല്ലെങ്കിൽ ഭയം ഒഴിവാക്കുന്നവർ. ഉദാഹരണത്തിന്, സുരക്ഷിത അറ്റാച്ച്മെന്റ് ശൈലികളുള്ളവർ ആരോഗ്യകരവും വിശ്വസനീയവുമായ ബന്ധങ്ങൾ രൂപപ്പെടുത്താൻ പ്രവണത കാണിക്കുന്നു. അതേസമയം ഉത്കണ്ഠാകുലർ അറ്റാച്ച്മെന്റിൽ ഉള്ളവർ നിരന്തരമായ ഉറപ്പ് ആഗ്രഹിച്ചേക്കാം. ഒഴിവാക്കുന്ന അറ്റാച്ച്മെന്റിൽ ഉള്ളവർ അടുപ്പവുമായി ബുദ്ധിമുട്ടിയേക്കാം. യഥാർത്ഥ ജീവിത ഉദാഹരണം. സ്ഥിരമായ സ്നേഹത്തിലും പിന്തുണയിലും വളർന്ന ഒരാൾ അടുപ്പത്തിൽ കൂടുതൽ സുഖകരമായിരിക്കാം. അതേസമയം അവഗണന അനുഭവിച്ച മറ്റൊരാൾ ബന്ധങ്ങളിൽ കൂടുതൽ സംരക്ഷിതനായിരിക്കാം. നിങ്ങളുടെ അറ്റാച്ച്മെന്റ് ശൈലി മനസ്സിലാക്കുന്നത്, നിങ്ങൾ ചില പങ്കാളികളിലേക്ക് ആകർഷിക്കപ്പെടുകയോ ബന്ധങ്ങളിലെ ചില പാറ്റേണുകളിലേക്ക് വീഴുകയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. 6. സാമൂഹികവും സാംസ്കാരികവുമായ പ്രതീക്ഷകളുടെ പങ്ക്. വ്യക്തിപരമായ രസതന്ത്രം നിർണായകമാണെങ്കിലും, നമ്മൾ ജീവിക്കുന്ന സമൂഹം നമ്മളെ ആകർഷിക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സാംസ്കാരിക മാനദണ്ഡങ്ങൾ, മാധ്യമ പ്രതിനിധാനങ്ങൾ, സാമൂഹിക പ്രതീക്ഷകൾ എന്നിവ നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ സൂക്ഷ്മമായി സ്വാധീനിക്കും. സാമൂഹിക സ്വാധീനങ്ങൾ. വിജയം അല്ലെങ്കിൽ സൗന്ദര്യം പോലുള്ള ചില ഗുണങ്ങളുള്ള ഒരു പങ്കാളിയെ അന്വേഷിക്കാനുള്ള സമ്മർദ്ദത്തെക്കുറിച്ച് ചിന്തിക്കുക. മറ്റുള്ളവർ അഭിനന്ദിക്കുന്ന ഒരാളെ കാണുമ്പോൾ സാമൂഹിക തെളിവ് അവരുടെ ആകർഷണീയത വർദ്ധിപ്പിക്കും. സാംസ്കാരിക സ്വാധീനം. ചില സംസ്കാരങ്ങളിൽ സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലം പോലുള്ള പ്രായോഗിക ഘടകങ്ങൾ വ്യക്തിത്വ സവിശേഷതകളേക്കാൾ മുൻഗണന നൽകുന്നു. നമ്മൾ ആരെയാണ് പ്രണയിക്കേണ്ടതെന്ന് നമുക്ക് തോന്നുന്നത് രൂപപ്പെടുത്തുന്നു. യഥാർത്ഥ ജീവിത ഉദാഹരണം. നിങ്ങളുടെ സ്വന്തം മൂല്യങ്ങൾ ആ സ്വഭാവവിശേഷങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെങ്കിലും, ആകർഷണീയതയുടെയോ വിജയത്തിന്റെയോ സാമൂഹിക ആദർശം ഉൾക്കൊള്ളുന്ന ഒരാളിലേക്ക് നിങ്ങൾ ഉപബോധമനസ്സോടെ ആകർഷിക്കപ്പെടുന്നതായി നിങ്ങൾ കണ്ടെത്തിയേക്കാം. 7. പങ്കിട്ട അനുഭവങ്ങളും ദുർബലതയും. തുറക്കൽ എന്തുകൊണ്ട് ഒരു ബന്ധം സൃഷ്ടിക്കുന്നു? നമ്മൾ ഒരാളുമായി സമയം ചെലവഴിക്കുകയും നമ്മുടെ ദുർബലമായ വശങ്ങൾ പങ്കിടുകയും ചെയ്യുമ്പോൾ സ്നേഹം ആഴമേറിയതാകുന്നു. അടുപ്പത്തെക്കുറിച്ചുള്ള തന്റെ പ്രവർത്തനത്തിന് പേരുകേട്ട മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ ആർത്തർ ആരോൺ, സ്വയം വെളിപ്പെടുത്തൽ വൈകാരിക അടുപ്പത്തെ എങ്ങനെ ത്വരിതപ്പെടുത്തുമെന്ന് ഊന്നിപ്പറയുന്നു. ഇതിനർത്ഥം നമ്മൾ മറ്റൊരാളുമായി നമ്മുടെ പ്രതീക്ഷകൾ, ഭയങ്ങൾ, ലജ്ജാകരമായ നിമിഷങ്ങൾ പോലും കൂടുതൽ പങ്കിടുന്തോറും നമ്മൾ കൂടുതൽ അടുക്കുന്നു എന്നാണ്. ദുർബലതയുടെ പങ്ക്. നമ്മൾ വ്യക്തിപരമായ എന്തെങ്കിലും പങ്കിടുകയും മറ്റൊരാൾ മനസ്സിലാക്കുകയോ സഹാനുഭൂതിയോ ഉപയോഗിച്ച് പ്രതികരിക്കുകയോ ചെയ്യുമ്പോൾ അത് വിശ്വാസം വളർത്തുന്നു. ഈ പരസ്പര ദുർബലത സ്നേഹത്തിന് അടിത്തറയിടും. യഥാർത്ഥ ജീവിത ഉദാഹരണം. നിങ്ങൾ ആദ്യമായി ഒരാളോട് ആഴത്തിൽ വ്യക്തിപരമായ എന്തെങ്കിലും പറഞ്ഞതും വിധിന്യായത്തിനു പകരം നിങ്ങൾക്ക് സഹാനുഭൂതിയും പിന്തുണയും ലഭിച്ചതും ഓർക്കുക. ആ തരത്തിലുള്ള വൈകാരിക ബന്ധം സ്നേഹത്തെ വളർത്തുന്ന ശക്തമായ ഒരു ശക്തിയാണ്. ഒരു യാത്രയായി സ്നേഹം. പ്രണയത്തിലാകുക എന്നത് കേവലം ഒരു ക്രമരഹിതമായ പ്രവൃത്തിയല്ല, ഇത് മാനസിക, ജൈവ, സാമൂഹിക ഘടകങ്ങളുടെ സങ്കീർണമായ മിശ്രിതമാണ്. വീട് പോലെ തോന്നുന്ന ആളുകൾ മുതൽ നമ്മെ വെല്ലുവിളിക്കുന്നവർ വരെ, നമ്മൾ പ്രണയത്തിലാകാനുള്ള കാരണങ്ങൾ നമ്മൾ ആകർഷിക്കപ്പെടുന്ന ആളുകളെപ്പോലെ വൈവിധ്യപൂർണമാണ്. അത് പങ്കിട്ട താൽപ്പര്യങ്ങൾ, സാമീപ്യം, വൈകാരിക ബന്ധം അല്ലെങ്കിൽ ദുർബലത എന്നിവയായാലും സ്നേഹം ഒരൊറ്റ അച്ചിൽ യോജിക്കുന്നില്ല. നമ്മുടെ അനുഭവങ്ങൾ, ലോകത്തെ നാം കാണുന്ന രീതി, ശരിയായ സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന ആളുകൾ എന്നിവയാണ് പ്രണയത്തെ രൂപപ്പെടുത്തുന്നത്. ആത്യന്തികമായി, പ്രണയം മനോഹരമായ, പ്രവചനാതീതമായ ഒരു യാത്രയാണ്. അതിനു പിന്നിലെ ശക്തികളെ നാം എത്രത്തോളം മനസ്സിലാക്കുന്നുവോ അത്രത്തോളം അത് വരുമ്പോൾ അതിനെ പരിപോഷിപ്പിക്കുന്നതിന് നാം കൂടുതൽ സജ്ജരാകും. ഇത്തരത്തിലുള്ള നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വീഡിയോകൾ കാണുന്നതിന് ദയവായി ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.